അതിൽ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരൻ എന്താ ചെയ്യണ്ടേ? പ്ലേ ചെയ്യാം അല്ലേ? ഇതിൽ പറയണത് എന്താ വെച്ചാൽ ഒരു വോയിസ് കേൾക്കാം അല്ലേ? ഞാന് പിന്നെ തൊപ്പിയെ ഞാൻ ബന്ധമുണ്ടായില്ല. ഞാൻ തൊപ്പിയായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. തൊപ്പിയുടെ ഫാമിലിയായിട്ട് കണക്ഷൻ ഉണ്ട്. എനിക്ക് തൊപ്പിയുടെ നമ്പർ എന്ന് പറയായിരുന്നു. അവന്റെ വീട്ടുകാരെ ഞാൻ പറയുന്നുണ്ടാവും. ഉപ്പ എനിക്ക് ഓർമ്മയില്ല, നമുക്ക് ഓർമ്മയില്ല, ഉപ്പ കൊണ്ടില്ല എന്നൊക്കെ. ഞാൻ അവരുടെ വീട്ടിൽ മുന്നേ ജയിലിൽ പോയ സമയത്ത് വീട്ടിൽ സന്ദർശിക്കാൻ ഞാൻ അപ്പം ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ വരാം. അവരെ ഈ പിന്നെ തൊപ്പിന്റെ ഉപ്പ ഒന്നും അറിയുന്നില്ല. ഇത് ഇവന്റെ ഇപ്പോഴത്തെ നിലവാരം അറിയില്ല, ഇപ്പോഴത്തെ മാറ്റം അറിയില്ല, അവന്റെ മുതലോ ഒന്നും എനിക്കറിയില്ല. അത് ഇപ്പൊ അങ്ങനെ അറിയൊന്നും അറിയില്ല. ഞാനത് കാരണം എന്റെ വീട്ടിൽ നിന്ന് നോക്കാൻ അങ്ങോട്ട് പോകണം. അവിടെ വെയിറ്റ് ചെയ്ത് പണിക്കൊക്കെ പോകുന്ന കാർപ്പൻ്റർ പണിക്കൊക്കെ പോകുന്ന വെയിറ്റ് ചെയ്ത് കുറേ സംസാരിച്ചിട്ടൊക്കെ വന്നാൽ ഭയങ്കര കണ്ണുള്ള വീടുള്ള സംസാരിക്കുമ്പോൾ മക്കളുടെ മക്കൾക്ക് മക്കൾ തന്നെ അപ്പൊ പയ്യനെ പറഞ്ഞിട്ട് മനസ്സിലായി ഡയറക്റ്റ് കോൺടാക്ട് നമ്പർ കിട്ടുകയാണെങ്കിൽ എനിക്ക് വിളിക്കാൻ പറ്റില്ല. ഫാമിലി കണക്ഷൻ ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ മാറ്റിക്കണം. അപ്പോ ഈ പുള്ളിക്കാരൻ എന്റെ വാപ്പാനത്ത് കിടക്ക പോകത്രേ. അപ്പൊ മകൻ തൊപ്പിയുടെ കാര്യം പറയുമ്പോൾ പുള്ളിക്കാരൻ വാപ്പാന്റെ കണ്ണിന്ന് വെള്ളം വരും അത്രേ. സ്വന്തം മകന് വന്നില്ലല്ലോ, ഓൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടി സ്വന്തം വീട്ടുകാർക്ക് ഇപ്പൊ എന്താ ലെവല്? മകൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണോ, ആ ലെവലാണോ, ഈ ലെവലാണോ, ആ സെറ്റപ്പായി സെറ്റപ്പായി എന്നൊക്കെ എന്ത് ലെവലായാലും മകൻ മകനാണ്, വാപ്പ വാപ്പയാണ് അല്ലെ? അപ്പൊ ഓൾറെഡി വാപ്പ ഒരു കാർപ്പൻ്റർ പണിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാ ഫോൺ അത്ര യൂസ് ചെയ്യണം. തൊപ്പി സെറ്റപ്പ് ആയതും കാര്യങ്ങളൊന്നും മൂപ്പർക്ക് ഒരു ഐഡിയ ഇല്ല. മൂപ്പര് ഇപ്പോഴും മകന്റെ തൊപ്പിയുടെ കാര്യം ആലോചിച്ചിട്ട് കരയിലുണ്ട് അത്രേ സ്വന്തം വാപ്പ. പിന്നെ അവസാനം വന്ന മെസ്സേജ് പിന്നെ ഞാൻ സംസാരം എന്തിനാണ് പോയത് വലിയ ബന്ധമില്ല. ഉപ്പ എന്താ പറയാ പറഞ്ഞ കാര്യമില്ല. ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ സ്വീകരിച്ചില്ല. ഉമ്മാനൊക്കെ സംസാരിച്ചു. അവർ വളരെ അധികം നിൽക്കുന്ന ഒരു കുടുംബം. ഇവൻ പോയി കഴിഞ്ഞാൽ ഒന്നിച്ചാൽ ഒരു കുടുംബമായിട്ട് ഉണ്ടാവും. അവർക്ക് സന്തോഷം രീതിയിൽ ഞാൻ ഇടപെട്ടത്. പക്ഷേ അവനിപ്പോൾ താല്പര്യമില്ലാത്ത പോലെ സംസാരം നമ്മളെന്താ പറയുന്നത് യൂട്യൂബറല്ലേ എന്തിനാ പോയത്? ഞാൻ യൂട്യൂബ് വെച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി റീച്ച് കൂട്ടാൻ വേണ്ടിയിരുന്നില്ല. എനിക്ക് റീച്ച് കൂട്ടാൻ ഒരുപാട് മാർഗം ഉണ്ടായി. മല്ലു ചങ്ങായി അവനെ ഇതുവരെ ഞാൻ റീച്ച് കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചില്ല. ഫാമിലി ബന്ധം വേറെ, മനുഷ്യ ബന്ധം വേറെ, അതിനെപ്പറ്റി അറിയാൻ അതിനെപ്പറ്റി അറിയിക്കണം. അങ്ങനെ വെച്ച്